ഇതിനുശേഷം അച്ഛനെയും അമ്മയും കൺവിൻസ് ചെയ്യാൻ പല കാര്യങ്ങൾ പറയുകയാണ് ബി. കോളേജിൽ പഠിക്കണമെങ്കിൽ ആവറേജ് $20,000 ഫീസായി നൽകേണ്ടതുണ്ട്. എന്നാൽ ഇന്റർനെറ്റിൽ നിന്നുള്ള വിവരമനുസരിച്ച് കോളേജിൽ പഠിക്കാത്തൊരു വ്യക്തിക്ക് $20,000 വാർഷിക വരുമാനമായി സമ്പാദിക്കാൻ കഴിയും. അങ്ങനെ 4 വർഷം പഠിക്കണമെങ്കിൽ $80,000 ഫീസായി നൽകേണ്ടതുണ്ട്. എന്നാൽ 4 വർഷം ജോലി ചെയ്താൽ $80,000 നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. ഇങ്ങനെ പറഞ്ഞ് പേരൻസിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ് ബി. എന്നാൽ ബി എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, അതിനാലാണോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മാതാപിതാക്കൾ പരിഹാസത്തോടെ ചോദിച്ചു. സൊസൈറ്റിയിൽ കുറേയധികം എഴുതപ്പെടാത്ത റൂൾസ് ഉണ്ടെന്ന് അവർ പറയുന്നു. ജീവിതത്തിൽ സക്സസ്ഫുള്ളും അതുപോലെ തന്നെ സന്തോഷവാനുമാകണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം കൂടിയേ തീരൂ. മാതാപിതാക്കളുടെ നിർബന്ധം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ തനിക്കിവിടെയും അഡ്മിഷൻ ലഭിച്ചില്ല എന്ന് ബി പറയുന്നു. ലോകത്തിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ഉദാഹരണത്തിന് ആൽബർട്ട് ഐൻസ്റ്റീൻ, പോക്കഹോണ്ടസ്, ഇവരാരും കോളേജിൽ പോയിട്ടില്ല എന്ന് ബി പറയുന്നു. എന്നാൽ അവരുടെ ഒന്നും കാര്യം തനിക്കറിയണ്ടെന്നും നീ നിർബന്ധമായും കോളേജിൽ പോകണമെന്നും ബിയോട് അച്ഛൻ കടുപ്പിച്ചു പറയുന്നു. പിറ്റേന്ന് ബിയുടെ കോളേജ് ഗ്രാജുവേഷൻ ഡേ ആയിരുന്നു. എന്നാൽ അഡ്മിഷൻ ലഭിക്കാത്തതുകൊണ്ട് ബി വളരെയധികം സങ്കടത്തിലായിരുന്നു. ഇവിടെ വെച്ച് ബിയുടെ കുറെ സുഹൃത്തുക്കളെ നമ്മൾ പരിചയപ്പെടുന്നു. ആദ്യമായി ഹാൻസ് എന്ന സുഹൃത്തിനെയാണ് നമ്മൾ കാണുന്നത്. അയാൾ ഒരു സ്റ്റേറ്റ് ലെവൽ ഫുട്ബോൾ പ്ലെയർ ആണ്. എന്നാൽ കാൽമുട്ടിന് പരിക്ക് പറ്റിയതോടെ അയാൾക്ക് സ്പോർട്സ് കോട്ടയിൽ എവിടെയും അഡ്മിഷൻ ലഭിക്കുന്നില്ല. അവർ സംസാരിക്കുന്നതിന്റെ ഇടയിലേക്ക് റോറി എന്ന പേരുള്ള ഒരു സുഹൃത്ത് കടന്നു വരുന്നു. യെയിൽ എന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നായിരുന്നു റോറിയുടെ ആഗ്രഹം. എന്നാൽ റോറിക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നില്ല. പണക്കാരുടെ മക്കൾ മാത്രം പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നു യെയിൽ. അവിടുത്തെ ഫീസും ഡൊണേഷനും റോറിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിലും അധികമായിരുന്നു. അതിനാൽ തന്നെ റോറിക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നില്ല.